മതന്ത്രം പിത്രോരുപസ്ഥേ തം യോനസി വിപ്രതം ശക്തിവാചം. സകല വിദ്യാ സന്നിധാനമേ ശരണം സ്നേഹധാമമേ. സകല വിദ്യാ സന്നിധാനമേ ശരണം സ്നേഹധാമമേ. ഇരുവിൻ യുഗാന്തരങ്ങളിൽ നീത്തൾ വിടർന്ന കാലമേ. ഇരുവിൻ യുഗാന്തരങ്ങളിൽ നീത്തൾ വിടർന്ന കാലമേ ശരണം സ്നേഹധാമമേ. എല്ലാ പേർക്കും എൻ്റെ സാഷ്ടാംഗ പ്രണാമം. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞു. ഇനി മുഖ്യപ്രസംഗം. പണ്ട് യോഗങ്ങൾക്ക് ഇങ്ങനെ വകതിരിവില്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ളതിൽ വലിയ ആൾ അധ്യക്ഷനായിരിക്കും. ഉള്ളൂർ സാഹിത്യവൈദ്യാനൻ PK ആരാണപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള N. ഗോവായ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ അധ്യക്ഷനായിരിക്കും. പിന്നെ വന്ന് അധ്യക്ഷൻ ആരെങ്കിലും ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പേര് വിളിച്ചു വിടണം എന്ന നിലയിലേക്ക് അധപ്പതിച്ചു. ഇപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് അർഹനായ അധ്യക്ഷനും വന്നു, ഉദ്ഘാടകനും വന്നു. അതിൽ ആദ്യത്തെ പ്രസംഗം അലോപ്പതിയുടേതാണ്, നല്ല സൂചി വയ്ക്കും. രണ്ടാമത്തേത് ആയുർവേദമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇരുനാഴി കഷായം കുടിക്കണം. ഞാൻ ഹോമിയോപ്പതിയുടെ ആളാണ്. ഹോമിയോപ്പതിയുടെ ആളാണ്. എനിക്ക് ശക്കല ഗുളികയെ വേണ്ടു. എന്തായാലും ഞാൻ ഇത്ര നേരം ഈ മുഖ്യപ്രസംഗത്തിന് ക്ഷണിച്ചുവെങ്കിൽ ഞങ്ങൾ 5 ആളുകളിലൂടെ വന്നു. ഈ പുണ്യസ്ഥലത്ത് വരാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. കൂടെ വരേണ്ടിയിരുന്ന ചിലർക്ക് ഒരു അമ്മ മരിച്ചു പോയത് കൊണ്ട് വേറെ ചിലർക്ക് വരാൻ പറ്റിയില്ല. കൂടുതൽ പേര് വരാനിരുന്നതാണ്. പ്രസംഗകരിലും പിന്നീട് പല വിഭാഗം ഉണ്ടായി. മുഖ്യ പ്രസംഗമാണ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഉത്സവ കമ്മിറ്റി ക്ഷേത്രങ്ങളിൽ അങ്ങനെ കൂടെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കാൻ പറ്റുമില്ല തോന്നുന്നു എന്ന് പറഞ്ഞ് ഇരിക്കും. പറയണ്ട സാന്നിധ്യം എന്ന് വെച്ച നോട്ടീസിൽ സാന്നിധ്യം ഇന്ന എൻ്റെ വാ തുറക്കരുത്, ഇരുന്നോളണം. വാസ്തവത്തിൽ ഈ സാന്നിധ്യം ആണ് ഈശ്വരൻ. നമ്മുടെ വേദാന്ത മതം അനുസരിച്ച് യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിത ഇവ എന്ന് പറയും. അതായത് സാക്ഷാൽ പരമാത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമേ ഉള്ളൂ. ചെയ്യുന്നതൊക്കെ നടന്നോളും. സൂര്യൻ എന്ത് ചെയ്യുന്നു? ഉണ്ടാതിരിക്കുന്നു. എല്ലാം ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു നമുക്ക് തോന്നുന്നതല്ലേ? ഉണ്ടാതിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളുന്നു. ഈശ്വരൻ അങ്ങനെയാണ്.
ഈശ്വരൻ്റെ സാന്നിധ്യം മാത്രമാണുള്ളത്. അതാണ് എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നുവെന്ന് മായ അഥവാ ദേവി സീത പറയുന്നു. ആ സന്നിധി മാത്രമായ പരമാത്മാവ് ഒരു 1.25 നൂറ്റാണ്ട് മുമ്പ് ഈ അനന്തപുരിയിൽ, കേരളത്തിൽ അനന്തപുരിയിൽ മനുഷ്യനായിട്ട് ഒന്ന് പിറന്നു. ഈ മലനാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടേയിരുന്നു, ഒരിടത്ത് ഇരുന്നില്ല. മനുഷ്യൻ സാന്നിധ്യം ഇരിക്കുകയാണ്. മനുഷ്യനായി വന്ന് പിറന്നപ്പോൾ സദാ നടന്നുകൊണ്ടിരുന്നു. അത് ശാസ്ത്രമനുസരിച്ചും ശരിയാണ്. ബാക്കി ദേവന്മാരെല്ലാം എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. കർമ്മപാശത്തെ ലംഘിക്ക എന്നത് ബ്രഹ്മാവിനും എഴുതല്ല നിർണയം. ദിക്പാലകന്മാരും ഔവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു എന്നാണ് പൂന്താനം പറഞ്ഞത്. അവർക്ക് അവരുടെ ദിക്കിൻ്റെ പരിധിക്ക് അപ്പുറത്ത് പോകാൻ പാടില്ല, അതിനകത്ത് കിടന്നു പോകണം. സ്വാമി അങ്ങനെ ആയിരുന്നില്ല. സദാ ചരൈവേദി സദാ സഞ്ചരിച്ചുകൊണ്ടേ ഇരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും. എല്ലാം ശരിയായി എന്നാണല്ലോ അവസാനം പറഞ്ഞത്. അതോടുകൂടി പോവുകയും ചെയ്തു. ഈ അഥവാ നിസ്വമായിരുന്ന പ്രധാന ശിഷ്യൻ പറഞ്ഞതുപോലെ നിസ്വമായ തൻ്റെ ഭൗതിക ശരീരം വിട്ട് സ്വന്തമായ ബ്രഹ്മവപുസ്സിൽ അങ്ങ് ചേർന്നു. കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചയേന. ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു മകൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവുമ്പോൾ കുലം പവിത്രം, മനുഷ്യകുലം ആകെ പവിത്രീകൃതമാകുന്നു. കുലം പവിത്രം ജനനീകൃതാർത്ഥ, പെറ്റയമ്മയും പെറ്റനാടും കൃതാർത്ഥയാകുന്നു. ജനനീകൃതാർത്ഥ വസുന്ധര യേന വസുന്ധര പുണ്യവതീ ചയേന. ഭൂലോകം, ഭൂമി പുണ്യവതിയായി മാറുന്നു. അപാര സച്ചിത് സുഖസാഗരേ യസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. ഇത് ആദിശങ്കരൻ്റെ ഒരു ശ്ലോകമാണ്. അങ്ങനെ ഈ ഭൂമിയെയും മാതൃഭൂമിയെയും പെറ്റമ്മയെയും മനുഷ്യകുലത്തെയും സർവ്വജീവരാശികളെയും ധന്യരാക്കിക്കൊണ്ടാണ് സ്വം ബ്രഹ്മവപുസ്സിലേക്ക് അദ്ദേഹം പോയത്. ഇത് നമ്മുടെ വേദാന്തം അനുസരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെക്കാളും മുകളിലാണ് ഇത്തരം യോഗികൾ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും മുകളിലാണ് എന്ന് പറയുന്നു. ആത്മവിചാരം വിചാരേണ പരിജ്ഞാതഃ സ്വസ്വരൂപസ്യ അമലാത്മനഃ അനുഗമ്യ ഭവേത് അനുഗമ്യ ഭവന്തി ഏതേ ബ്രഹ്മ വിഷ്ണു ഇന്ദ്ര ശങ്കരാഃ. ഇത്തരം ആളുകളുടെ മുമ്പിൽ ബ്രഹ്മാവും വിഷ്ണുവും ദേവേന്ദ്രനും ഒക്കെ അനുകമ്പാർഹരായിത്തീരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്? അങ്ങേ അറ്റത്തെ ആയിരം നമ്മൾ മഹാഭാഗ്യവന്മാരാണ് സഹോദരങ്ങളെ. അത്തരം മഹാത്മാക്കൾ ഈ ഭാരതത്തിൽ ഒന്നല്ല പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദിശങ്കരനെ നമ്മൾ പറയും, അദ്ദേഹം കുപ്പക്കീര കൊണ്ട് അമൃത പോലെ കൂട്ടാനുണ്ടാക്കിയിട്ടില്ലല്ലോ. അതൊക്കെ ഉയർന്ന നിലയിൽ ഉള്ള ജീവിതമായിരുന്നു. സ്വാമി തിരുവടികളിൽ എല്ലാ രംഗത്തും ഈ ലീലയാടി മനഃപൂർവ്വം നാരായണ ഗുരു പറഞ്ഞതാണ്. ലീലയാടി എന്നുള്ളത് മനഃപൂർവ്വം പറഞ്ഞതാണ്. എല്ലാ വേഷവും കെട്ടി
ബാക്കി പലതിലും സ്വാമി ചട്ടമ്പി സ്വാമിയുടെ ജീവിതത്തിൻ്റെ ഒരു പകർപ്പ് പോലെ ആയിരുന്നു സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആധ്യാത്മികമായ ഉന്നതിയും ലോകസേവനത്തിനുമൊക്കെ പുറമെ സ്വാമിയുടെ പ്രതിഭ അതുകൂടെ നമ്മൾ കാണുന്നു. സ്വാമിയുടെ പ്രതിഭ എന്ന് പറയുന്നത് ലോക അത്ഭുതമാണ്. പഠിച്ചതെല്ലാം ഒറ്റ കേൾവി മതി. ഗുരുക്കന്മാരിൽ നിന്ന് ഒരിക്കൽ കേട്ടാൽ മതി. ഒരിക്കൽ കേട്ടാൽ നമ്മളോ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. പലതവണ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ഇത് സ്വാമിക്ക് ഒരു തവണ കേട്ടാൽ മതി. ഒരിക്കൽ കേട്ടാൽ 9 കാര്യം മനസ്സിലാവും. മനസ്സിലായ ജീവിതത്തിൽ മറക്കുകയുമില്ല. കല്ലച്ചിൽ പതിഞ്ഞതുപോലെ എന്നാണ് പറയണം. അപ്പോൾ അത് സ്വാമിയോട് ഈ പഠിച്ചതിനെ പറ്റി ഇങ്ങനെ വേഗം ഇതെല്ലാം എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനൊന്നും പുതുതായിട്ട് പഠിച്ചില്ല, എല്ലാം ഓർമ്മ പുതുക്കിയതേ ഉള്ളൂ എന്നാണ്. പല ജന്മങ്ങളിൽ നേടിക്കൊണ്ട് വന്നതല്ലേ. ഇവിടെ ഒന്ന് ചെറിയ ഗുരു വേണമല്ലോ കീഴിൽ ഒരു ഓർമ്മ പുതുക്കലേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജീവിതത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ആ ജീവിതത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച്, ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്ന് ജനിച്ചത് ഇന്നുവരെ പലരും പറയാറുണ്ട്. സ്വാമികളെ കേരളം മനസ്സിലാക്കിയിട്ടില്ല, ചട്ടമ്പി സ്വാമികളെ മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലരും പറയുന്നു. അത് മനസ്സിലാക്കാൻ എളുപ്പവുമല്ല. അതും നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ ഭാഗ്യവാന്മാരാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. കേരളവനി ഏണപേക്ഷിക്കയാൽ, കേരളവനി ഏണപേക്ഷിക്കയാൽ, കേവലൻ പരമേശ്വരൻ ശാശ്വതൻ, ധർമ്മസംസ്ഥാപനത്തിനുമർത്യന ജന്മമാർന്നാൻ അനന്തപുരി. JV ശങ്കര സാറിൻ്റെ കവിതയാണ്. ഈ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഭൂമിയിൽ അധർമ്മം തലപൊക്കുമ്പോൾ ഭൂമി ദേവി തന്നെ ഗോരൂപം കൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറയുന്ന കാര്യങ്ങൾ. അതുപോലെ കേരളാവനി അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്ന് അവതരിച്ചത് എന്ന് പറയുന്നു. ധർമ്മ സംരക്ഷണാർത്ഥം ആണ് വരുന്നത് ഇവരെല്ലാം. ഈ ധർമ്മം എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് പല മഹാത്മാക്കൾ പല മഹാഗ്രന്ഥങ്ങളിലും പലതും പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ തന്നെ പലതരത്തിലും പറയുന്നുണ്ട്. ധർമ്മം ധാരയതി ഇതി ധർമ്മ, ധർമ്മ എല്ലാത്തിനും താങ്ങി നിർത്തുന്നതാണ് ധർമ്മം എന്നും, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാ എന്നും ഒരുപാട് ധർമ്മമെന്ന പദത്തിന് നിർവചനങ്ങൾ ഉണ്ട്. എങ്കിലും നമ്മുടെ വ്യാസൻ ആദിശങ്കരൻ പറഞ്ഞു, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി. കോടി ഗ്രന്ഥങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ 2 വരി കൊണ്ട് പറയാം, ശ്ലോകാർത്ഥം കൊണ്ട് പറയാം. ബ്രഹ്മ സത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ പര എന്ന് ആദിശങ്കരൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ വേദവ്യാസനും ഈ ധർമ്മം എന്നതിനെക്കുറിച്ച് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് വ്യാസൻ മകനെ പഠിപ്പിക്കുന്ന സന്ദർഭമാണ്. മകനെ വ്യാസൻ പഠിപ്പിക്കുന്നു. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാച അഭി അവധാര്യത ശ്രുത്വാചാപ്യവധാര്യത ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരം. ഇതാണ് ധർമ്മം. എന്താണെന്ന് ഇതിനപ്പുറം പറയാനില്ല. എന്ത് മനസ്സിലായി? ശ്രൂയതാം ധർമ്മ സർവസ്വം, ധർമ്മത്തിൻ്റെ സർവസ്വം ഞാനിതാ പറയാൻ കേട്ടോ.
ശ്രുത്വാചാപ്യവധാര്യകം. കേട്ടാ പോരാ, നല്ലപോലെ കേട്ട് മനസ്സിൽ ഉറപ്പിക്കണം. എന്താണ് ധർമ്മം ഞാൻ പറയാൻ പോണത്? ആത്മന പ്രതികൂലാനി പരേഷാന്ന സമാചരെ. അവനവന് ഹിതമല്ലാത്ത കാര്യം മറ്റുള്ളവരോട് ചെയ്യരുത്. എല്ലാം അതിനായിട്ടാണ്. അവനവന് ദോഷം ചെയ്യുന്നതാണെന്ന് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോടും ചെയ്യും. വ്യാസന്റെ വാക്കുകളാണ്. പൊതുവെ വേദാന്ത ശാസ്ത്രം ലളിതമാണ്. ആദിശങ്കരൻ്റെയൊക്കെ കാലത്ത്, പിന്നീട് മധുസൂദന സരസ്വതി വന്നതിന് ശേഷമാണ് വേദാന്തത്തിനെ ആകെയിട്ട് കുഴക്കിക്കളഞ്ഞത്. കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവരോട് കാണിക്കരുത്. എന്തുകൊണ്ട്? നമ്മെപ്പോലെ ആത്മവത് മറ്റുള്ളവരെയും കാണണം. മനുഷ്യരെ മാത്രമല്ല, സകല പ്രാണികളെയും ഇതുപോലെ കാണണം. ഈ ധർമ്മ നിർവചനം വിദ്യാധിരാജൻ വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയം നീതിമാനല്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നീതിയല്ല എന്നാണ് സ്വാമി പറഞ്ഞത്. സ്വയം നീതിമാനല്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നീതിയല്ല. ഇതപ്പുറം എന്തെന്ന് പറയാനാണ്. അപ്പോൾ ഇതാണ് ധർമ്മം. ഈ ധർമ്മത്തെ സംരക്ഷിക്കാനാണ് ഇത്തരം ആളുകളൊക്കെ വരണം. ധർമ്മത്തിന് 2 കാലുകളുണ്ടെന്ന് പറഞ്ഞു. ധർമ്മത്തിന് 2 പാദങ്ങൾ, 2 കാലുകളുണ്ട്. സത്യവും അഹിംസയും എന്നാണ് ശാസ്ത്രം. ധർമ്മത്തിൻ്റെ 2 കാലുകൾ. ഇതിൽ അഹിംസ എന്ന തത്വമാണ് ഈ ധർമ്മത്തിൻ്റെ ഒരു പാദമായ അഹിംസയാണ് സ്വാമി തിരുവടികൾ ജീവകാരുണ്യമാക്കി വികസിപ്പിച്ച് വലിയൊരു ശാസ്ത്രമാക്കി. എല്ലാ ജീവകാരുണ്യം നമുക്ക് ശ്രീബുദ്ധനോ വലിയ ജീവകാരുണ്യത്തിൻ്റെ ആരും നമ്മുടെ കാലത്ത് മഹാത്മജി ഉണ്ട്, എത്രയോ പേരുണ്ടായിരുന്നു. ഹിന്ദു ജൈനമതത്തിലും അഹിംസയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബുദ്ധമതത്തിൽ, ജൈനമതത്തിൽ, ശൈവ സിദ്ധാന്തം, ഈ നമ്മുടെ തമിഴ്നാട് മുഴുവൻ പ്രചരിച്ചിരുന്ന ശൈവാഗമത്തിൽ അവിടെ സസ്യാഹാരമൊക്കെ നിർബന്ധമായിരുന്നു. ജീവകാരുണ്യം പ്രധാനമാണ്. പക്ഷെ അവരാരും ജീവകാരുണ്യത്തിൻ്റെ സ്തുതി പ്രശംസ പറഞ്ഞുവെങ്കിലും സ്വാമി തിരുവടികൾ പറഞ്ഞ വാക്ക് പറഞ്ഞില്ല. എന്താണ്? ശരിയായ അഹിംസ തന്നെ മോക്ഷം. അതിനപ്പുറം ഒന്നും പറയാനില്ല. മോക്ഷം എന്ന് പറയാതെ ശരിയായ അഹിംസ. അഹിംസ തന്നെയാണ് ജീവകാരുണ്യം. അഹിംസ വെറുതെ ശാസ്ത്രത്തിൽ പറയുന്നത് കൊണ്ട് അഹിംസ ആചരിക്കുന്നു എന്നല്ല. ജീവകാരുണ്യ പ്രേരകമായിരിക്കണം അഹിംസ. കാരുണ്യം എന്നതാണ് പ്രധാനം. ജീവകാരുണ്യം അത് സ്വാമി തിരുവടികൾ മലയാളത്തിൽ അത്ഭുതകരമായ ഒരു ചെറിയ ഗ്രന്ഥം നിങ്ങളിതെല്ലാം വായിച്ചിട്ടുണ്ടാവും. ജീവകാരുണ്യ നിരൂപണം വായിച്ചിട്ടില്ലാത്തവർ വായിക്കണം നിർബന്ധമായും. ജീവകാരുണ്യമുള്ള ഭാഷയാണ് എൻ്റെ ഭാഷ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. അത്ര അത്ഭുതകരമായ കൃതിയാണ്. അത് വായിച്ചിരിക്കണം. എന്തുകൊണ്ട് മറ്റ് പ്രാണികളെ നമ്മൾ കൊല്ലുക എന്നുള്ളതല്ല, യാതൊരു ഉപദ്രവവും മറ്റ് പ്രാണികൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് എന്നാ ഗ്രന്ഥത്തിൽ വളരെ യുക്തിസഹമായും ശാസ്ത്രീയമായും സ്വാമികൾ വിശദീകരിക്കുന്നു. വേദവ്യാസൻ പറഞ്ഞതിനെ തന്നെയാണ് സ്വാമികൾ ഇങ്ങനെ പറയുന്നത്. അവനവന് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് ചെയ്യരുത്. നമ്മൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുമോ? മരണവേദന നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ മുറിവ് പോലും നമ്മൾ സഹിക്കുന്നില്ല. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ബോധം കെടുത്തി വേണം ചെയ്യാൻ. നമ്മൾ വേദന അറിയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ എങ്ങനെ മറ്റു ജീവികളെ നമ്മൾ കൊന്നു തിന്നുന്നു? ഇതാണ് വ്യാസൻ പറഞ്ഞ അധർമ്മം. ഇത് തന്നെയാണ് സ്വാമി തിരുവൻ. വാസ്തവത്തിൽ ഭാരതത്തിൽ വേദവ്യാസൻ, ആദിശങ്കരൻ, വിദ്യാധിരാജൻ ഈ 3 പേരുമാണ് ഞാൻ വേറെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ 3 പേരുമാണ് ഈ ഋഷി മഹർഷീശ്വരന്മാർ.
വേദവ്യാസൻ, ആദിശങ്കരൻ, മഹാഗുരു വിദ്യാധിരാജൻ. ഈ 3 പേരുമാണ്. ഈ 3 പേരെയും പഠിച്ചാൽ ഭാരതത്തിൻ്റെ പഠനമാവും, വേദാന്തത്തിൻ്റെ പഠനമാവും. സർവപ്രാണികളെയും തനിക്ക് തുല്യം കാണണം. സ്വാമി തിരുവടികൾ കുറച്ചു കാലം ജ്യേഷ്ഠനോടൊത്ത് ആധാരം എഴുതാൻ പോയിരുന്നു, മാസങ്ങൾ. അപ്പം കൂടുതൽ ആധാരം കിട്ടി. സ്വാമി നല്ല കയ്യക്ഷരമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആധാരം കിട്ടി, കൂടുതൽ പണം കിട്ടി. ആധാരം കിട്ടാത്തവർക്ക് ഇതിൻ്റെ ഒരു പങ്ക് സ്വാമി കൊടുത്തു, വെറുതെ കൊടുത്തു. ചേട്ടൻ അറിഞ്ഞ് ഇതിനെ വിമർശിച്ചു, ചുമ്മാ ഇരിക്കുന്ന കുഞ്ഞി കൊടുക്കണം. അപ്പോൾ സ്വാമി പറഞ്ഞെന്തരാണ്, നമ്മുടെ വിശപ്പ് പോലെ തന്നെയല്ലേ അവരുടെ ഈ വിശപ്പ്. സ്വാമി പറഞ്ഞ മറുപടി. ജ്യേഷ്ഠന് മറുപടിയില്ല. ഇത് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ പറയും. ആത്മസംയമ യോഗം 6-ാം അധ്യായം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗീ പരമോ മതഃ. സുഖത്തിലായാലും ദുഃഖത്തിലായാലും അവനവനെ പോലെ സകലരെയും കാണാൻ കഴിയുന്നവനാണ് മഹായോഗി. അത് വേഷം മറ്റേട്ടാ നമുക്ക് ആദ്യം ഉടുത്തിരുന്നില്ലല്ലോ. നമ്മുടെ യോഗിനി മാതാവ് ക്ഷമിക്കണം, കാലിൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാം. സ്വാമി കൊടുത്തിരുന്നില്ല, വെള്ള വസ്ത്രമേ ധരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആത്മൗപമ്യേന അവനവന് തുല്യം സുഖത്തിലും ദുഃഖത്തിലും മറ്റുള്ളവരെ കാണണം. ഇതാണ്, വേഷം കൊണ്ടല്ല. യോഗി ഇത്തരം ആളുകൾ അങ്ങേയറ്റത്തെ യോഗികളാണെന്ന് എൻ്റെ അഭിപ്രായമെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത് സർവ്വ വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം എന്നല്ലേ പറയണത്, സർവ്വ ഉപനിഷത് സാര സംഗ്രഹം എന്നല്ലേ പറയണത്. അപ്പോൾ ഇതാണ് സത്യം. അഹിംസാ ദർശനത്തിൻ്റെ വാസ്തവത്തിൽ അഹിംസാ ദർശനത്തിൻ്റെ ആദി നമ്മുടെ വേദങ്ങളിൽ തന്നെയാണുള്ളത്. പിൽക്കാലത്ത് അത് പൗരോഹിത്യത്തിൻ്റെ കൈകളിൽ ബലി വേദമൊക്കെ ഈ ഹോമത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളായിട്ടൊക്കെ അധപ്പതിച്ചു പോയി. പഞ്ചമവേദം എന്ന് പറയുന്ന മഹാഭാരതത്തിൽ പറയുന്നു, ഭീഷ്മർ ധർമ്മപുത്രരോട് പറയുന്നു, അഹിംസ്രൻ അക്ഷയം തപം, അഹിംസ്രനെപ്പോഴും ജയം, അഹിംസ്രൻ സർവജീവിക്കും അച്ഛനമ്മകൾ പോലെയാണ്. ഒന്നിനെയും ഉപദ്രവിക്കാത്തവൻ എല്ലാ പ്രാണികൾക്കും അച്ഛനും അമ്മയ്ക്കും തുല്യമാണെന്ന് ഭീഷ്മർ പറയുന്നു മഹാഭാരതത്തിൽ. അഹിംസ എന്നത് പിന്നീട് ഈ അഹിംസ എന്ന വാക്കിന് തെറ്റായ അർത്ഥം വന്നു. യാഗങ്ങൾക്കൊഴിച്ച് മറ്റൊന്നിനും കൊല്ലരുത്, അതേ അഹിംസ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തെറ്റായ അർത്ഥം വിചാരം വന്നു. അങ്ങനെയാണ് ഒരു ബുദ്ധൻ്റെ അവതാരം ഉണ്ടാകുന്നത് ഭാരതത്തിൽ. അതൊക്കെ പോട്ടെ. കൊല്ലാൻ തുലാലൈ മറുപ്പാനൈ കൈകൂപ്പി എല്ലാ ഉയിരും തൊഴും. ഇത് തിരുക്കുറലാണ്. തിരുക്കുറലിലെ ഒരു കുറലാണിത്. കൊല്ലാൻ തുലാലൈ മറുപ്പാനൈ കൈകൂപ്പി എല്ലാ ഉയിരും തൊഴും. ഒന്നിനെയും കൊല്ലാത്തവനും മാംസാഹാരം കഴിക്കാത്തവൻ ആയ ഒരുത്തൻ നടന്നു പോകുമ്പോൾ വഴിയിലുള്ള സർവപ്രാണികളും അവനെ കൈകൂപ്പി തൊഴുമെന്നാണ്. ഇതാണ് ഭാരതത്തിൻ്റെ അഹിംസ പരമോധർമ്മ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ഹിംസയ്ക്ക് 2 ദോഷമുണ്ട്. സ്വാമി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ ഗ്രന്ഥത്തിൽ ജീവകാരുണ്യ നിരൂപണത്തിൽ വ്യക്തമായി പറയുന്നു. ഒന്ന്, വേദനിപ്പിക്കൽ മറ്റുള്ളതിനെ.
രണ്ട്, ഓരോ ജീവിയെയും ഉയർന്ന പടവിലേക്ക്, മോക്ഷത്തിലേക്ക് ഓരോ ജന്മം എടുത്തെടുത്ത് പോവുകയാണ്. അതിനൊരു സ്ഫുടമായ ശരീരം എടുത്തുകൊണ്ട് വന്നു. അതിനെ നമ്മൾ ഉറച്ചാൽ അതിൻ്റെ യാത്രയ്ക്ക് ഉദ്ഗതിക്ക് കാലതാമസം ഉണ്ടാകും. ഈ രണ്ട് ദോഷവും ഉള്ളതുകൊണ്ടാണ് അഹിംസ പാപമാകുന്നത്. അഹിംസയ്ക്ക് രണ്ട് ഗുണമുണ്ട്. അവനവന് ഗുണം, ലോകത്തിന് ഗുണം. അവനവനെന്തിനാണ് ഗുണം? അഹിംസ തന്നെയാണ് മോക്ഷം എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ സർവം തികഞ്ഞ ഒരു സാക്ഷാൽ പരമാത്മാവാണ് നമുക്ക് ഗുരുവായി കിട്ടിയിരിക്കുന്ന വിദ്യാധിരാജ സ്വാമികൾ. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ചികിത്സയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞതാണ്, കഴിഞ്ഞ മാസം വരാൻ പറ്റിയില്ല, എന്താണ്, അമ്മ ഗുരുവിൽ ചേർന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്കിവിടെ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഒരു ഈഴവരാണ്, അമ്മ ഗുരുവിൽ ചേർന്നു. ഒരാൾ മരിക്കുന്നവരെല്ലാം ശ്രീനാരായണ ഗുരുവിൽ ചേരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അത് നല്ലതാണ്, പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മ ഗുരുവിൽ ചേർന്നു. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ ചട്ടമ്പി സ്വാമിയിൽ ചേരുന്നു പറയാറില്ലല്ലോ. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത്, ഒരാൾ മരിച്ച ശേഷം എവിടെ ചേർക്കണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. വെറുതെ പറയാം, വെറുതെ വാക്കുകളാണ് മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ശരി, നമ്മളെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ മഹാഗുരുവിൽ ചേർന്നു. മരിക്കുമ്പോഴല്ല. വിദേഹമുക്തിക്ക് തെളിവില്ല. ജീവൻ മുക്തൻ വിദേഹമുക്തിയാവും. വിദേഹമുക്തി എന്ന് മാത്രം പറഞ്ഞ് തെളിവുള്ള കാര്യമല്ല. അതുപോലെ ഒരു മഹാഗുരുവിൽ ചേർന്നത് എങ്ങനെ ചേരണം? ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ചേരും? സ്വാമി തിരുവടികൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ നമ്മൾ ഇത്രയും പേരെങ്കിലും സ്വാമി തിരുവടികളുടെ പാദങ്ങളിൽ ചേർന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സന്തോഷത്തോടു കൂടി ഈ വൈകിയ വേളയിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ, വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിൽ, വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിൽ, നിമഗ്നമാക്കുകൻ കണ്ണുനീരിലെൻ്റെ അഹന്തയെ, നിമഗ്നമാക്കുക എൻ കണ്ണുനീരിൽ എൻ്റെ അഹന്തയെ. നമ്മളിലെല്ലാം ഒരു അഹന്തയുണ്ട്, ഞാൻ എന്ന ഭാവമുണ്ട്. അത് നമ്മുടെ കണ്ണീര് അലിയിച്ച് സ്വാമിയുടെ പാദങ്ങളിൽ വിനമിപ്പിക്കണം. നമ്മുടെ ശിരസ് അർപ്പിക്കാൻ ഇതിനപ്പുറം ഒരാളില്ല. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് സ്വാമി തിരുവടികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചു.